ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ കെയറും മെയിൻ്റെനൻസും ഇല്ലാതെ വളർത്താൻ പറ്റിയ ഒരു ക്രീപ്പർ പ്ലാന്റിനെ പരിചയപ്പെടുത്താം. ക്യാറ്റ്സ് ക്ലോ എന്നാണ് ആ പ്ലാന്റിൻ്റെ പേര്. ക്യാറ്റ്സ് ക്ലോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഇൻവേഡർ പ്ലാന്റ് കൂടിയാണ്. ഇൻവേഡർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയെ പടർത്താനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവനായിട്ട് അങ്ങ് നിറഞ്ഞു പടർന്ന് ആ ഏരിയ മുഴുവനായിട്ട് കീഴടക്കുന്ന രീതിയിലുള്ള പ്ലാന്റിനെയാണ് ഇൻവേഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാറ്റ്സ് ക്ലോയിൽ നമ്മളൊരു മരത്തേലാണ് പടർത്തുന്നതെന്നുണ്ടെങ്കിൽ ആ മരം മുഴുവനും പടർന്ന് പന്തലിച്ചിട്ട് അവസാനം ആ മരം കാണാത്ത രീതിയിൽ ഏകദേശം ആ മരം നശിച്ചു പോകുന്ന രീതിയിൽ പടർന്നു വരും. അതുകൊണ്ട് ക്യാറ്റ്സ് ക്ലോ വളർത്തുമ്പോൾ നമ്മളെപ്പോഴും പാഴ്മരങ്ങളിൽ വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ പിന്നെ നമുക്ക് കിട്ടത്തില്ല. ആ രീതിയിലാണ് ഇത് വളർന്നു പന്തലിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗാർഡനിൽ ഇത് നിയന്ത്രിച്ചൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. കണ്ട കൊല പോലെയുള്ള ഇതിൻ്റെ പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതിതുപോലെ നിറഞ്ഞു പൂക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത പിന്നെയും ഉണ്ട്. അപ്പം നമ്മളിത് മതിലേലോ നമ്മുടെ ഗാർഡനിൽ ഇത് വളർത്തുമ്പം നമ്മുടെ മതിലേലോ അതുപോലെ തന്നെ കാർപോച്ചിൻ്റെ മുകളിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ അതൊരുപാട് ആ ഏരിയയിൽ മാത്രം നിറഞ്ഞ് പടർന്ന് പന്തലിച്ച് വളരുന്ന രീതിയിൽ വളർത്തിയാൽ മതി. അപ്പം നല്ല രീതിയിൽ ഇത് പൂക്കളുണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഇത് മതിലേലും മരത്തേലും ഒക്കെ പടർന്ന് പന്തലിക്കുന്നത് ഇതിൻ്റെ തണ്ടിൽ പൂച്ചയുടെ നഖം പോലെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആ രീതിയിൽ പടർന്ന് പന്തലിച്ച് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ക്യാറ്റ്സ് ക്ലോ എന്നുള്ളൊരു പേര് വരാനുള്ള കാരണവും ആ നഖത്തിൻ്റെ പൂച്ചയുടെ നഖം പോലെ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പറയും ഇപ്പം ക്രീപ്പർ പ്ലാന്റൊക്കെ വളർത്തുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. അതിന്മേൽ പാമ്പ് അങ്ങനെയുള്ള ഇഴജന്തുക്കളൊക്കെ വരുമെന്ന്. പക്ഷേ ഇത് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്ന രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജീവികളൊന്നും വരില്ലെന്നാണ് ക്യാറ്റ്സ് ക്ലോ വളർത്തുന്നവരെല്ലാവരും പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, പക്ഷേ എല്ലാവരും അങ്ങനെ പറയുന്നത് കേൾക്കാം. പിന്നെ ഞാനിവിടെ ഇത് വളർത്തിയിരിക്കുന്നത് ചട്ടിയിലാണ്. കാരണം എനിക്കിത് ഒരുപാട് പടർന്ന് പന്തലിച്ച് വളർത്താനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളർത്തിയിരിക്കുന്നത് ചട്ടിയിലാണ്. ഇപ്പോൾ തന്നെ എൻ്റെ ഈ കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു 3 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു പ്ലാന്റാണ്. അന്ന് ഞാനിത് വളർത്തിയത് മുളയുടെ ഒരു സ്റ്റാൻഡ് കൊണ്ടാണ് വളർത്തിയത്. അപ്പം മുളയുടെ സ്റ്റാൻഡ് ആയതുകൊണ്ട് കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചട്ടിയിൽ വളർത്തുമ്പം ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് ആ ഫ്രെയിമിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ചട്ടിയിലാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ ഇതിൻ്റെ വളങ്ങളൊക്കെ തീർന്നു പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളുടെ സീസൺ ആകാറാകുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, NPK പോലുള്ള വളങ്ങൾ, അതുപോലെ ജൈവ വളങ്ങൾ, അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ ഇങ്ങനെ നിറഞ്ഞു പൂക്കത്തുള്ളൂ. അതിൻ്റെ കാരണം അല്ലെങ്കിൽ കുറേ വളർന്നു വരുന്ന ആ സമയത്തിനുള്ളിൽ അതിൻ്റെ മൈക്രോ ന്യൂട്രിയൻസും വളങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകത്തില്ലേ. ആ സ്ഥാനത്ത് നമ്മൾ നിലത്താണ് ഇത് നടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട. കാരണം ഇതിൻ്റെ റൂട്ട് സിസ്റ്റം നല്ല രീതിയിൽ പടർന്നിങ്ങനെ വളർന്ന് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഇത് മണ്ണിലെ വളങ്ങളെല്ലാം വലിച്ചെടുത്ത് നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നോളൂ. അപ്പോൾ നമ്മൾ വെള്ളം മാത്രം കൊടുത്താൽ മതി. ഇത് നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് നിറച്ച് പൂക്കൾ തന്നോളും. അപ്പം ഇങ്ങനെ ഉള്ള ക്യാറ്റ്സ് ക്ലോയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ പാടില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ വലിയ വിലകളൊന്നുമില്ല. നമ്മുടെ ഗാർഡനിൽ നിറച്ച് പൂക്കളൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല പൂക്കളുടെ ഈ സീസണിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല പൂക്കളുണ്ടാവാനായിട്ട് പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ്. പൂക്കളില്ലാത്ത സീസണുകളിലും ക്യാറ്റ്സ് ക്ലോയുടെ ഇലകൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ
ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് പോലെ ആ രീതിയിലാണ് ഇതിൻ്റെ ഇലകൾ ഇരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ അടുങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ആ ഒരു ഏരിയ പച്ചപ്പായിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെടി പൂക്കളില്ലാത്ത സമയത്തും അതുപോലെ തന്നെ പൂക്കളുള്ള സമയത്തും ഒക്കെ ഒരേപോലെ നമ്മുടെ ഗാർഡനിൽ ഭംഗി തരുന്നൊരു ചെടിയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പൂക്കളുടെയും ചെടികളുടെയും വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.